എല്ലാവർക്കും മഴത്തോരു മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ വൈജയന്തി ഡോക്ടറോട് സംസാരിക്കുന്നതാണ് കേട്ടോ. ഡോക്ടർ വൈജയന്തിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് ബാലചന്ദ്രൻ അങ്ങനെ പ്രഷർ കൊടുക്കരുത്. ബാലചന്ദ്രന് ഇഷ്ടമല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് സംസാരിക്കാനോ പേഷ്യൻറ്റിനെ ദേഷ്യം പിടിപ്പിക്കാനോ പോവാണ്ടിരിക്കുക. പേഷ്യൻറ്റിന് ഇഷ്ടമാണെങ്കിൽ മാത്രം പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ നിൽക്കുക, അല്ലാത്ത പക്ഷം പേഷ്യൻറ്റിനെ ശല്യപ്പെടുത്താൻ പോവാണ്ടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതൊന്നും വൈജയന്തിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ. വൈജയന്തി പറയുന്നുണ്ട്, എന്താണ് കാരണം എന്ന് എനിക്ക് അറിയുന്നില്ല, എന്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അതിന് മാത്രം ഒന്നും തന്നെ ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കാരണം എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇപ്പം ഇങ്ങനെ ആയി, അപ്പം ഇനി പേഷ്യൻ്റ് ഒന്ന് റിക്കവർ ചെയ്ത് വരാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റിക്കവർ ചെയ്ത് വരുന്നത് വരെ പേഷ്യൻറ്റിന് നല്ലത് മാത്രം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് സന്തോഷം ഉണ്ടാക്കുന്ന, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക, അതാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വൈജയന്തിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, ഭർത്താവിന് സുഖമില്ലെങ്കിൽ ഭാര്യയാണല്ലോ നോക്കേണ്ടത്, അപ്പം ഞാനതേ നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത് ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഭാര്യ നോക്കേണ്ടുള്ളൂ. ഇവിടെ ഈ കേസിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലും ബാലചന്ദ്രന് ഇഷ്ടമല്ല, അപ്പോൾ ആ പക്ഷം നിങ്ങൾ മാറി നിൽക്കല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, പിന്നെ ആര് നോക്കും, അമ്മയ്ക്ക് സുഖമില്ല, കുട്ടികൾക്കാണെന്ന് സ്കൂളിൽ പോകണം, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ആര് നോക്കുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഒരു സെർവൻ്റ് ഇല്ലേ, ബാലചന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ച ഒരു സെർവൻ്റ് ഇല്ലേ, ആ കുട്ടിയോട് നോക്കാൻ പറഞ്ഞുകൊണ്ടേന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി പറയും, ജീവൻ രക്ഷിച്ചു എന്ന്, ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ പോകാൻ നിൽക്കുക, ഇന്നോ നാളെ ആയിട്ട് അവൾ പോകും, അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, എനിക്കും അവൾ നിൽക്കുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്ന് നിർബന്ധിച്ച് നോക്കി നിൽക്കില്ലേ, കുറച്ച് സാലറി ഒക്കെ കൂട്ടി കൊടുത്താൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അവൾ നിൽക്കുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഇഷ്ടം, എന്ത് വേണമെന്ന് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി എണീച്ച് പോകുന്നുണ്ട്. ഡോർ തുറക്കാറാകുമ്പോൾ വൈജയന്തി വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നാണ് അടുത്ത ചെക്കപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അടുത്ത എത്ര ദിവസം ബെഡ് റെസ്റ്റ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു 2 ആഴ്ച മതി, പിന്നെ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചും മനസ്സിൻ്റെ സന്തോഷത്തിനൊക്കെ അനുസരിച്ച് മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് മതി പിന്നത്തെ ദിവസങ്ങളിലെ രീതികളൊക്കെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വൈജയന്തി പോകുന്നുണ്ട്. വൈജയന്തി ഒട്ടും താല്പര്യമില്ലാത്ത പോലെ തന്നെയാണ് ഡോക്ടറോട് സംസാരിച്ചിട്ട്. കാരണം വൈജയന്തിയോട് അധികം ബാലചന്ദ്രനായിട്ട് ഇടപഴകാനോ സംസാരിക്കാനോ തല്ലുകൂടാനോ പോകരുതെന്ന് മുഖത്തടിച്ച പോലെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. കാരണം പേഷ്യൻറ്റിൻ്റെ സന്തോഷമാണ്, പേഷ്യൻറ്റിൻ്റെ ആരോഗ്യമാണ് വലുത്. അപ്പോൾ പേഷ്യൻറ്റുമായിട്ട് കൂടുതലും വാക്ക് തർക്കങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് മുഖത്തടിച്ച പോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും വൈജയന്തിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. പിന്നെ കാണിക്കാൻ നമ്മുടെ ബാലേന്ദ്രനും മനും കൃഷ്ണമോളും കൂടി ഒരു കാറിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ, എന്താ ഇത് ആരും ഒന്നും മിണ്ടാതെ പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, നീ തുടങ്ങി വെച്ചോ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ, ഈ അച്ഛന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് 2ാം ജന്മം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഓ സമാധാനമായി, ഒന്നും മിണ്ടിയല്ലോ. മനു പറയുന്നുണ്ട് കേട്ടോ, അതിന് ആദ്യ ജന്മത്തിലെ കുറേ ബാലൻസ് ഉണ്ടല്ലോ അങ്കിളെ, പിന്നെ ഇങ്ങനെ 2ാം ജന്മം എന്ന് പറയാൻ കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അച്ഛൻ പറയുന്നത്, അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നു, അതൊക്കെ മാറി ഇപ്പോൾ സുഖമായിക്കൊണ്ടിരിക്കുന്നു, ഇനി പഴയ പോലെ തന്നെ ജീവിക്കുക, അല്ലാതെ എന്താ പുതിയ ജീവിതം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പറ്റില്ല മോളെ, ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു, ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു, ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഈ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെന്ന് എന്തൊക്കെയോ ആലോചിച്ച് തന്നെയാണ് കേട്ടോ ആ കാറിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അവർ വീട്ടിലെത്തി. ഒപ്പം തന്നെ പിന്നാലെ വേറെ കാറിൽ വൈജയന്തിയും മകനും ബബിതയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വേഗം അലീന വാതിൽ തുറന്ന് നല്ല ചിരിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അലീനനെ ആദ്യം കണ്ട പോലെ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വൈജയന്തിനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ. ബാലചന്ദ്രൻ ഇങ്ങനെ അലീനനെ നോക്കുന്നത് കണ്ടിട്ട് വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കൃഷ്ണ വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ആളെ മനസ്സിലായില്ലേ, അലീന ചേച്ചിയാണ് ഇതെന്താ ആദ്യം കാണുന്ന പോലെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഒന്നും പറയാതെ മെല്ലെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അലീനയുടെ മുഖത്തേക്കൊന്നും അങ്ങനെ ബാലചന്ദ്രൻ നോക്കുന്നില്ല കേട്ടോ കയറി പോകുമ്പോൾ. അങ്ങനെ കയറി ചെന്നിട്ട് റൂമിന്റെ വാതിൽ തുറന്നിങ്ങനെ നോക്കുമ്പോൾ ബാലചന്ദ്രന് പലതും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണല്ലോ അറ്റാക്കൊക്കെ വന്നത്. അപ്പോൾ ആ റൂം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. വൈജയന്തി ആണെച്ചാൽ ദേഷ്യം വന്ന് കയറി വരുമ്പോൾ തന്നെ അലീനോട് പറയുന്നുണ്ട്, നീ പോവാൻ നിൽക്കല്ലേ, ബാലചന്ദ്രൻ വന്നല്ലോ, അപ്പോൾ പറഞ്ഞിട്ട് നീ ഇന്ന് തന്നെ പൊയ്ക്കോന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഏത് നിമിഷം പോകാൻ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ്, ഇന്ന് പോകണമെച്ചാൽ ഇന്ന് തന്നെ പോവാന്ന് പറയാൻ കേട്ടോ. മനു കാണിച്ചാൽ അവിടെ അങ്ങനെ ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന വന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ബാലചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു, ഇന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വിട്ടോ, അവ സമാധാനമായി. വൈജിയോ മേഡം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അവൾക്ക് ഒരുപാട് പരാതിയായിരുന്നു, അവളെ കാണാനും സംസാരിക്കാനും ഒന്നും ബാലചന്ദ്രൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി കാണാലോ, സാറിൻ്റെ ബെഡ് റെസ്റ്റ് അല്ലേ, ഇനി കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, തല്ലും തർക്കമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു, അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, മുത്തശ്ശി മാഡത്തിനോടൊന്ന് പറയണം, ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, വല്ലാതെ ദേഷ്യം പിടിപ്പിക്കാനോ തർക്കത്തിനൊന്നും പോവരുതെന്ന് മുത്തശ്ശി ഒന്ന് മാഡത്തിനോട് പറയണം, മാഡം ഇല്ലെങ്കിൽ കേൾക്കില്ല എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവൾ ഇന്ന് തന്നെ അവനോട് തല്ലുകൂടും, എവിടുന്ന് നിർത്തിയോ അവിടുന്ന് അവൾക്ക് തുടങ്ങണം എന്ന് പറയാനാണ്. അപ്പോൾ അതിനെ ചോദിക്കുന്നുണ്ട്, എവിടുന്ന് നിർത്തി? അവനൊന്നും പറയാതെ കോയമ്പത്തൂർക്കോ എവിടേക്കോ പോയില്ലേ, എന്തിനു പോയി, എന്തിനാരോടും പറയാതെ പോയി, എന്തിന് കള്ളു കുടിച്ചു, ഹോസ്പിറ്റലിൽ എന്താ കാണാൻ സമ്മതിക്കാഞ്ഞ്, അങ്ങനെ അങ്ങനെ 100 ചോദ്യങ്ങൾ അവൾ ചോദിക്കും, അതിനൊക്കെ അവൾക്ക് ഉത്തരം കിട്ടണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയാണ്, ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡിൽ സമാധാനത്തോടെ കിടക്കണം എന്നും കൂടി ഉണ്ട് അർത്ഥം, അതിന് പറ്റിയില്ലെങ്കിൽ എണീറ്റ് ഓടുക നല്ലത് എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി എന്നെ പറയണം മകളോട് സമാധാനം കൊടുക്കണം സാറിന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു നോക്കാം, എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ ഇന്ന് തന്നെ പോകട്ടോ എന്ന് പറയാൻ കേട്ടോ. മുത്തശ്ശി പറയും, നീ കൂടി പോയാൽ പിന്നെ ഇവിടെ ആരാ ഉള്ളത്, വൈജ ബാങ്കിക്ക് പോവും, പിന്നെ ബാലേന്ദ്രന് ഒരു ചൂടുവെള്ളം കൂടി കൊടുക്കാൻ നീ ഇവിടെ ആരും ഉണ്ടാവില്ല, നീ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി പറയുമ്പോൾ അലീന പറയുന്നിട്ട്, ഇല്ല മുത്തശ്ശി, ഒരാഴ്ച പോലും ഓരോ ദിവസം പോലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ബാലേന്ദ്രൻ സാർ വന്നാൽ പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ച് നിന്നതാ എത്ര ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി നോക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരും, മുത്തശ്ശി വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മുടെ വൈജയന്തി അകത്തേക്ക് കയറി വരുമ്പോഴേക്കും ബാലചന്ദ്രൻ റൂമൊക്കെ അടച്ചിട്ട് ആ റൂമിലേക്ക് കയറാതെ തിരിച്ചു പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ മുറി അടിച്ചത്, മുറിയിലേക്ക് കയറുന്നില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഇത് ഇനി മുതൽ എൻ്റെ ബെഡ്റൂം അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരുടെ, നിന്റെ മാത്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വൈജയ്ക്കൊരു മുഖത്തടിച്ച പോലെ ആയിരുന്നു, എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതിന് ഇപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, പിന്നെ എവിടെ കിടക്കുന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുകളിൽ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ അപ്പോൾ അവിടെ ഒറ്റയ്ക്കല്ലേ, അവിടെ ഒരു കൂട്ടമൊന്നും ഇല്ലല്ലോ, അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ, മുകളിലൊരു ആവശ്യത്തിന് ആരും ഉണ്ടാവില്ല, താഴെയാണെന്ന് അമ്മ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ സേവനം എനിക്ക് ആവശ്യമില്ല, ശുശ്രൂഷ ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്താ അച്ഛാ, നാളെ ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പോകും, അമ്മ ബാങ്കിലും പോകും, പിന്നെ അച്ഛനൊരു ആവശ്യത്തിന് ആരാളുള്ള മുകളിലൊക്കെ കടന്നു കഴിഞ്ഞാൽ താഴെ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മുകളിൽ കടന്നാൽ മതിയെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായോ ചോദിക്കുമ്പോൾ, ഒറ്റയ്ക്ക് കിടന്നാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, മനസ്സമാധാനം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായെന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛനും ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലായോ എന്ന് കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അത് അമ്മ തൊട്ടേനും പിടിച്ചതിനൊക്കെ അച്ഛന് ഓരോന്ന് ചോദിച്ച് സൗകര്യം തരില്ല, അതുകൊണ്ടാണ് അച്ഛൻ ഒറ്റയ്ക്ക് കിടക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വായോ പറഞ്ഞിട്ട് കൃഷ്ണേനെയും കൂട്ടിയിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വൈജയന്തി പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട്, മുകളിലേക്ക് പോയാൽ പിന്നെ അവിടെ തന്നെ താമസിച്ചോണം, താഴത്തേക്ക് വന്ന് വെക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോൻ ഉണ്ടാക്കിയ വീടൊന്നുമല്ല, ഇത് എൻ്റെ കാശുകൊണ്ട് നെടുമ്പുരക്കൽ ബാലചന്ദ്രൻ പണിത വീടാണ് എന്ന് പറയുന്നുണ്ട്. അത് വൈജയന്തിക്ക് ആകെ ഒരു വിഷമാവുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഞെട്ടുന്നുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനായിട്ടോ ഗിഫ്റ്റായിട്ടോ ഷെയർ ആയിട്ടോ ഞാൻ ഒന്നും കൈപ്പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെ താമസിക്കണം, എവിടേക്ക് ആരൊക്കെ കിടക്കണം, എന്തൊക്കെ ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് നീ വല്ലാണ്ട് എന്നോട് സംസാരിക്കാൻ വരണ്ടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ബാലേന്ദ്രൻ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അലീന വരുന്നത്. കയറി പോകുന്നത് കാണുമ്പോൾ എന്തിനാ അപ്പോൾ സാറ് മുകളിൽ കയറി പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും സംശയമാവുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, മേഡത്തിനെ നോക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് നല്ല ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണ റൂമിലേക്ക് ആക്കിയിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ അച്ഛനൊരു കൂട്ട് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൂട്ടുകാരൊക്കെ എന്നെ ചതിക്കുകയാണ്, അതുകൊണ്ട് കൂട്ടൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരാ ഇവിടെ ഉണ്ടാവുക എന്ന് പറയാൻ കേട്ടോ. താഴത്തേക്കൊക്കെ എപ്പോഴും വന്നു കഴിഞ്ഞ് 3 നേരം ഫുഡ് കഴിച്ചിട്ട് അച്ഛന് സ്റ്റെയർ കേസൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അതൊക്കെ എനിക്ക് ഹോം നേഴ്സ് ഫുഡ് കൊണ്ടുവന്ന് തരുമെന്ന് പറയാൻ കേട്ടോ. ആര്? അലീന ചേച്ചിയോ? അല്ലാതെ പിന്നെ ആരാ ഇവിടെ ഹോം നേഴ്സ് വേറെ ഉള്ളത് എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ താഴെ എങ്ങനെ അച്ഛനെ അറിയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗോവർദ്ധനെ വിളിച്ചിട്ട് ഒരു കോളിംഗ് ബെല്ല് വെക്കും ഇവിടെ പോരേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ ആലോചിച്ച് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നൂലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ഛൻ അമ്മയായിട്ട് വഴക്കിട്ടിട്ടാണോ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്നും നീ ആലോചിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണനെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ സമ്മതമില്ലാതെ ഈ മുറിയിലേക്ക് ആരും കയറി വരരുത് എന്ന് കൂടി നീ താഴെ പോയി പറയണം. എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റേത് മാത്രമായിട്ടുള്ളതൊക്കെ ഈ റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. ബബിതേനെയും കൂട്ടിക്കോ, എൻ്റെ ഓഫീസിലെ ഡോക്യുമെൻസും ബാഗ്, ഡ്രസ്സുകൾ, മെഡിസിൻ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ വിടുന്നുണ്ട് കേട്ടോ. കൃഷ്ണ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് തകർന്നിങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സത്യാവസ്ഥ ചോദിക്കുന്നുണ്ട്. അലീനയോട് വൈജയന്തി നിന്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് അലീന തുറന്നു പറയുന്ന എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്